നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃഷിക്ക് കൃത്യമായ രീതിയിൽ മണ്ണൊരുക്കി കഴിഞ്ഞാൽ നല്ല വിളവ് കിട്ടും. അപ്പോൾ കൃത്യമായ രീതിയിൽ എങ്ങനെയാണ് കൃഷിക്ക് മണ്ണൊരുക്കേണ്ടതെന്നാണ് വീഡിയോയിൽ കാണിക്കുന്നത്. നേരെ വീഡിയോയിലോട്ട് പോവാം. വെട്ടിക്കിളച്ച മണ്ണിൻ്റെ അകത്ത് കല്ലും കട്ടയുണ്ട് പെറുക്കി മാറ്റുക. അതിൻ്റെ അകത്ത് കുമ്മായം അല്ലെങ്കിൽ ഡോളോമേറ്റ് മണ്ണിൽ കൃത്യമായിട്ട് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഡോളോമേറ്റ് ആണ് ചേർക്കുന്നത്. ഡോളോമേറ്റ് അല്ലെങ്കിൽ കുമ്മായം നമ്മൾ മണ്ണിൽ ചേർക്കുന്നത് മണ്ണിൻ്റെ പുളിരസം മാറ്റാനായിട്ട്. പുളിരസം മാറ്റിയ മണ്ണിലാണ് കൃത്യമായിട്ട് ചെടിക്ക് വേരോട്ടം കിട്ടുന്നത്. നനഞ്ഞ മണ്ണിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡോളോമേറ്റോ കുമ്മായമോ ചേർത്ത് വെട്ടിക്കിളച്ച് മാറ്റിയിടാം. ഉണക്കമണ്ണാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നനയ്ക്കണം. നനച്ചതിന് ശേഷം വെട്ടിക്കിളച്ച് മൂടി നമ്മൾ മാറ്റിയിടണം. നമ്മളൊരു ചാക്കിട്ട് മൂടേണ്ട ആവശ്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാക്കിട്ട് മൂടി കഴിഞ്ഞാൽ മഴയാണെന്നുണ്ടെങ്കിൽ വെള്ളം കുത്തൊലിച്ച് വീഴുക. അതുപോലെ തന്നെ ഇതിൻ്റെ അത് പുല്ല് വളരുന്നത് ഒഴിവാക്കി കിട്ടും ചാക്കിട്ട് മൂടി കഴിഞ്ഞാൽ. ഡോളോമേറ്റ് ആണ് മണ്ണിൽ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 7 ദിവസം കഴിയുമ്പോഴത്തേക്കിന് മണ്ണ് കൃഷിക്കായിട്ട് ഉപയോഗിക്കാം. കുമ്മായമാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ആഴ്ചയ്ക്ക് ശേഷം മണ്ണെടുക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. ഇനി നന്നായിട്ട് വെട്ടിക്കിളച്ചതിന് ശേഷം നമുക്ക് വളം ചേർത്ത് കൊടുക്കാം. വളം ചേർക്കുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഞാനിവിടെ പ്രധാനമായിട്ടും മണ്ണിൽ ചേർത്ത് കൊടുക്കുന്ന വളമെന്ന് വെച്ചാൽ കോഴിവളമാണ്. കൃഷിക്ക് ഏറ്റവും നല്ലത് കോഴിവളമാണ്. ഒരു ചാക്ക് നല്ല കോഴിവളത്തിന് 110 രൂപയാണ് വില വരുന്നത്. നല്ല കോഴിവളം നോക്കി ഇടുക. അതായത് അറക്കപ്പൊടി പോലുള്ളത് ചേർക്കാത്ത നല്ല കോഴിവളം കൃഷിക്കായിട്ട് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. മണ്ണിലേക്ക് ഒരു 1/4 ചാക്ക് കോഴിവളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആട്ടിൻ കാഷ്ടം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആട്ടിൻ കാഷ്ടം ചേർത്താലും മതിയാവും. കോഴിവളം ചേർക്കുന്നതുകൊണ്ട് നമുക്ക് ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ നല്ലതാണ്. കാരണം നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം എല്ലാം കോഴിവളത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഉണക്ക ചാണകം, നമ്മൾ 1 ചാക്ക് ഉണക്ക ചാണകം കൂടെ എടുത്തിട്ടുണ്ട്. ഒരു 1/4 ചാക്ക് ഉണക്ക ചാണകം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് മണ്ണിൽ വളങ്ങൾ കൊടുക്കേണ്ടി വരുമ്പോഴത്തേക്കിനും ബാലൻസ് വളം ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം നിങ്ങളുടെ വീട്ടിലുള്ള മറ്റു വളങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവേ. കരിയില കമ്പോസ്റ്റോ അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ മാലിന്യങ്ങൾ കമ്പോസ്റ്റാക്കി വെച്ചേക്കുന്നതോ എന്ത് വേണമെങ്കിലും നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പ്രധാനമായിട്ടും കൃഷിക്ക് ഉപയോഗിക്കുന്ന കോഴിവളവും ചാണാനുമാണ്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുന്നത് വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നത് ചെടിയുടെ വേരിന് നിമാവിരയുടെ ഒക്കെ അറ്റാക്ക് ഒഴിവാക്കി എടുക്കാൻ വേണ്ടിയാണ് വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നത്. നിങ്ങൾ കുക്കുംബർ കൃഷിക്കാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വേപ്പിൻ പിണ്ണാക്ക് ഒഴിവാക്കി ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. വേപ്പിൻ സത്ത് കുക്കുംബർ ചെടി വലിച്ചെടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുക്കുംബർ കഴിക്കും. അതുകൊണ്ടാണ് വേപ്പിൻ പിണ്ണാക്ക് ഒഴിവാക്കിയ കുക്കുംബർ കൃഷിക്ക് നിങ്ങൾ മണ്ണൊരുക്കാവുള്ളൂ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബക്കറ്റിലോട്ട് നമുക്ക് മണ്ണ് നിറച്ച് കൊടുക്കാവുന്നതാണ്. ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കുക്കുംബർ കൃഷിക്ക് മണ്ണൊരുക്കിയതിന് ശേഷം കുക്കുംബർ ഉണ്ടായി വരുമ്പോഴത്തേക്കും മൊത്തത്തിൽ കഴിക്കുന്നു. ഇത് കഴിക്കുന്നതിൻ്റെ 2 കാരണമുണ്ട്. ഒന്നാമത്തെ കാര്യം, വേപ്പിൻ്റെ പിണ്ണാക്ക് ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും. രണ്ടാമത്, നന കുറഞ്ഞാലും കഴിക്കും. കുക്കുംബർ നട്ട് കഴിഞ്ഞാൽ രാവിലെയും വൈകിട്ടും നമ്മൾ നനച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ കുക്കുംബർ കഴിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. കോഴിവളം നല്ല ചൂടുള്ള ഒരു വളമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിറച്ചതിന് ശേഷം നന്നായിട്ട് നനച്ച് നമ്മളൊരു 7 ദിവസം മാറ്റിയിട്ടതിന് ശേഷം മാത്രമേ തൈ നടാവുള്ളൂ. സൂര്യപ്രകാശം ഇല്ലാത്ത സമയത്ത് വേണം നമ്മൾ തൈ മാറ്റി നടാനായിട്ട്. ഇല്ലെങ്കിൽ ചെടിക്ക് വാട്ടം സംഭവിക്കും. അതുകൊണ്ട് വൈകുന്നേര സമയത്ത് തൈ നടുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. ഒരു ബക്കറ്റിൽ 2 ചെടിയിൽ കൂടുതൽ നടുവാൻ പാടില്ല. ഈ രീതിയിലാണ് തുടക്കത്തിൽ മണ്ണൊരുക്കി തൈ നടേണ്ടത്. ഇതിൻ്റെ തുടർന്നുള്ള വളപ്രയോഗവും അതുപോലെ തന്നെ മറ്റു വീഡിയോയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ. ഈ ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.